കൂട്ടത്തിൽപ്പെട്ടില്ല. ഖാല തആല, അല്ലാഹു തആല പറഞ്ഞു, മാ മനഅക, എന്താണ് നിന്നെ തടയുന്നത്, എന്ത് വസ്തുവാണ്, എന്ത് കാര്യമാണ് നിന്നെ തടയുന്നത്, അല്ലാ തസ്ജുദ, നീ സുജൂദ് ചെയ്യാതിരിക്കാൻ. അതായത് അൻ തസ്ജുദ, നിന്നെ സുജൂദ് ചെയ്യുന്നതിനെ തൊട്ട് തടയുന്നത് എന്താണ്, അല്ലെങ്കിൽ നിന്നെ സുജൂദ് ചെയ്യാതിരിക്കാൻ തടയുന്ന സംഗതി എന്താണ്, എന്താ തസ്ജുദ. അപ്പം ലാ എന്താണ്, സായിദയാണ്. സായിദയാകുമ്പം അൻ തസ്ജുദ, നീ സുജൂദ് ചെയ്യുന്നതിനെ തൊട്ട് തടയുന്നത് എന്താണ് എന്നാണ് അർത്ഥം വരിക. ഇത് എപ്പോൾ ഹീന അമർത്തുക്ക്, നിന്നോട് ഞാൻ കൽപ്പിച്ച വേളയിൽ സുജൂദ് ചെയ്യാൻ വേണ്ടി. ഖാല, അപ്പോൾ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി പറഞ്ഞു, അന ഖൈറും മിൻഹു, ഞാൻ ആരെക്കാൾ ഉത്തമനാണ്, ഈ മനുഷ്യനായ ആദമിനേക്കാൾ ഞാനാണ് ഉത്തമൻ. ഖലഖതനീ, നീ എന്നെ സൃഷ്ടിച്ചു, മിൻ നാരിൻ, തീയിൽ നിന്നും, വ ഖലഖതഹു, നീ അവനെ സൃഷ്ടിച്ചു, മിൻ തീൻ, തീനിൽ നിന്നും, അഥവാ കളിമണ്ണിൽ നിന്നും. അപ്പോൾ ഖാല, അള്ളാഹു പറഞ്ഞു, ഫഹ്ബിതു മിൻഹ, അങ്ങനെയെങ്കിൽ നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കോ, ഐ മിനൽ ജന്ന, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കോ. വഖീല, ഒരു അഭിപ്രായമുണ്ട്, ആകാശങ്ങളിൽ നിന്നാണ്, എന്താണ്, മിന സമാവാതി, ആകാശങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കോ. ഫമാ യകൂനു യംബഗി, യകൂനു എന്ന് വെച്ചാൽ യംബഗി ലക, നിനക്ക് പറ്റിയതല്ല, അൻ തതകബ്ബറ, ഇങ്ങനെ അങ്ങോട്ട് കിബർ നടിക്കൽ, അഹങ്കരിക്കൽ നിനക്ക് പറ്റിയ പണിയൊന്നല്ല ഇബ്ലീസേ. ഫീഹാ, ഈ സ്വർഗത്തിൽ വെച്ച് അഹങ്കാരമൊന്നും പറ്റില്ല, ഇറങ്ങിപ്പോയിക്കോ. ഫഖ്റുജു മിൻഹ, അതുകൊണ്ട് നീ ഇവിടെ നിന്ന് പുറപ്പെട്ടോ. ഇന്നക മിനസ് സാഗിരീൻ, തീർച്ചയായും നീ സാഗിരീൻ, അദ്ദലീലീൻ, നിസ്സാരന്മാരിൽപ്പെട്ടവനാണ്. ഖാല, അപ്പോൾ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി പറഞ്ഞു, അൻളിർനീ, എനിക്ക് സാവകാശം നൽകണേ, അഖിർനി, എന്നെ വൈകിപ്പിക്കണേ, ഇലാ യൗമി യുബ്അസൂൻ, അവരെയൊക്കെ പുനർജീവിപ്പിക്കപ്പെടുന്ന ദിവസം വരെ, ഐനാസ്, ജനങ്ങളെ പുനർജീവിപ്പിക്കപ്പെടുന്ന അന്ത്യദിനമുണ്ടല്ലോ, അതുവരെ എനിക്ക് സാവകാശം നൽകി, ഇപ്പഴേ എന്നെ പിടികൂടി ശിക്ഷിക്കല്ലേ. ഖാല, അപ്പം അല്ലാഹു പറഞ്ഞു, ഇന്നക മിനൽ മുൻദരീൻ, ഈ സാവകാശം ലഭിക്കുന്ന ആളുകൾപ്പെട്ട ആളാണ്, അതുവരെ നിനക്ക് സമയമുണ്ടെന്ന് വെച്ചാൽ ആളുകളെ പഴപ്പിക്കാനൊക്കെ. അപ്പോൾ ഈ ആയത്തിന് ഉഖറ, മറ്റൊരായത്തിലുണ്ട്, ഇലാ യൗമിൽ വഖ്തിൽ മഅലൂം, അറിയപ്പെട്ട ഒരു സമയം വരെ, അത് അന്നത്തെ ദിവസമാണ്. ഏതായത് വഖ്തു നഫ്ഖത്തിൽ ഊലാ, ആദ്യ കാഹള ഊത്തിൻ്റെ സമയമാണ്. 3 കാഹള ഊത്തുണ്ടെന്നാണ്, ഒന്നാമത്തെ ഊത്ത്, പിന്നെ അവസാനത്തെ ഊത്ത്, പിന്നെ ഇടക്കൊരു ഊത്ത്. ആദ്യത്തെ കാഹള ഊത്താകുമ്പം തൗബയുടെ വാതിലൊക്കെ അടയും. രണ്ടാമത്തെ കാഹള ഊത്താകുമ്പം എല്ലാവരും മരിച്ചു വീഴും. മൂന്നാമത്തെ കാഹള ഊത്തിന് എല്ലാവരും പുനർജീവിപ്പിക്കപ്പെടും. എന്തായാലും ഖാല, അപ്പോൾ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി പറഞ്ഞു, ഫബിമാ അഗ്വൈതനി, ഖസമിനാണ്, സത്യം ചെയ്യാൻ വേണ്ടിയാണ്. ബിമാ അഗ്വൈതനി, മാ മസ്തരിയാണ്. അപ്പം എന്താ അർത്ഥം വരിക, മസ്തറിൻ്റെ അർത്ഥം വരുമല്ലോ, ഐ ബിഗവി ആയിക ലീ, നീ എന്നെ പിഴപ്പിച്ചു, അല്ലെ, നീ എന്നെ പിഴപ്പിച്ചു. അപ്പം നീ എന്നെ പിഴപ്പിക്കൽ തന്നെയാണ് സത്യം. എന്ത്, വൽ ബാഉ ലിൽ ഖസമി, ബാ ഖസമിനുള്ളതാണ്. അപ്പോൾ ജവാബോ, അതിൻ്റെ ജവാബോ, നീ എന്നെ പിഴപ്പിക്കൽ തന്നെയാണ് സത്യം. ഞാൻ ലഅഖുദന്ന ലഹും, അവർക്ക് ഞാൻ ഇരിക്കുക തന്നെ ചെയ്യും. അതായത് അവരുടെ മേൽ, അവർക്കെതിരിൽ ഞാൻ ഇരിക്കും, അവർക്ക് അഭിമുഖമായിട്ട് ഞാൻ ഇരിക്കുക തന്നെ ചെയ്യും. അതെന്ന് വെച്ചാൽ ഐലി ബനി ആദമിന് അഭിമുഖമായിട്ട്. സിറാത്തക്കൽ മുസ്തഖീം, നിൻ്റെ നേരായ പാതയിൽ, അതായത് അല ത്വരീഖിൽ മൂസിൽ ഇലൈക, നിന്നിലേക്ക് ചേർക്കുന്ന വഴിയിലായിട്ട് ഞാൻ ഇരിക്കും. ബ്ലോക്ക് ചെയ്തിട്ട് അവരെ ബ്ലോക്ക് ചെയ്തിട്ട് ഞാൻ ഇരിക്കും. സുമ്മല ആതിയന്നഹും, പിന്നെ ഞാൻ അവരുടെ അടുക്കൽ പോവുക തന്നെ ചെയ്യും. മിംബൈനി ഐദീഹിം, അവരുടെ മുൻഭാഗത്തിലൂടെ, അവരുടെ കൈകളുടെ ഇടയിലൂടെ എന്ന് വെച്ചാൽ അവരുടെ മുൻഭാഗത്തിലൂടെ, വമിൻ ഖൽഫിഹിം, അവരുടെ പിൻഭാഗത്തിലൂടെയും, വഅൻ ഐമാനിഹിം, അവരുടെ വലതുഭാഗങ്ങളിലൂടെയും, വഅൻ ശമാഇലിഹിം, അവരുടെ ഇടതുഭാഗങ്ങളിലൂടെയും, അതായത് മിൻ കുല്ലി ജിഹത്തിൻ, എല്ലാ ഭാഗങ്ങളിലൂടെയും അവരുടെ സമീപത്ത് ഞാൻ ചെല്ലും. എന്നിട്ട് അംനഅഹും, ഞാൻ അവരെ തടയുകയും ചെയ്യും. അൻസുലൂക്കിഹി, അവർ ആ മാർഗം, നേരായ മാർഗത്തിൽ പ്രവേശിക്കുന്നതിൽ നിന്നും. ഖാല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, വലാ യസ്തതീഉ അൻ യഅതിയ മിൻ ഫൗഖിഹിം, ഈ പിശാചിന്, ഇബ്ലീസിന് സാധിക്കുകയില്ല, അൻ യഅതിയ മിൻ ഫൗഖിഹിം, അവരുടെ മുകൾ ഭാഗത്തിലൂടെ പോകാൻ സാധിക്കുകയില്ല. ലി അല്ലാ യഹൂല ബൈനൽ അബ്ദി വബൈന റഹ്മത്തില്ലാഹി തആല, അള്ളാഹുവിൻ്റെയും അടിമയുടെയും, അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ ഇടയിലും
അടിമയുടെയും ഇടയിൽ അവന് മറയാവാൻ സാധിക്കാത്ത കാരണത്താൽ മുകൾ ഭാഗത്തിലൂടെ അവന് മനുഷ്യരെ സമീപിക്കാൻ സാധിക്കുകയില്ല. വലാ തജിദു അക്സറഹും, നബിയെ അങ്ങ് അവരിലധിക ആളുകളെയും എത്തിക്കുകയില്ല ഷാക്കിരീൻ, നന്ദിയുള്ളവരായിട്ട് കൃതജ്ഞതയുള്ളവരായിട്ട് എത്തിക്കുകയില്ല. മുഅ്മിനീൻ, ഷാക്കിരീൻ എന്ന് വെച്ചാൽ ഉദ്ദേശം സത്യവിശ്വാസികളാണ്. ഖാല ഖുർജ് മിൻഹ മദ്മൂമൻ മദ്ഹൂറ. ഖാല, അല്ലാഹ് പറഞ്ഞു, ഉഖ്റുജ് മിൻഹ, നീ ഇവിടുന്ന് പുറപ്പെടൂ ഇബ്ലീസേ, മദ്ഊമായിട്ട്. മദ്ഊമ ബിൽ ഹംസ, ഹംസ കൊണ്ടാണ് ഓതേണ്ടത്. മദ്ഊമ അല്ല, മദ്ഊമാണ്. അപ്പം ഇതിപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാം കറക്റ്റ് ഹംസയാണ്. പഴയ രൂപത്തിൽ വാവ എഴുതുമ്പോൾ മദ്ഊമ, ആ ഖുർആൻ്റെ ലിപിയിൽ മീൻസ് ഉസ്മാനിയ എഴുത്തിൽ വാവേ വരുവുള്ളല്ലോ. അപ്പം മദ്ഊമ എന്നാണ്. ഈ മദ്ഊമിൻ്റെ അർത്ഥം മഈബ, മദ്മൂമിൻ്റെ അതേ അർത്ഥം വേണേൽ വരാം. അതായത് ആക്ഷേപിക്കപ്പെട്ടവൻ അല്ലെങ്കിൽ മോശമാക്കപ്പെട്ടവൻ. അല്ലെങ്കിൽ എന്തർത്ഥം വരും? ഓ മംകൂത്ത, മഖത്തുല്ലാഹി അക്ബറു മിൻ മഖ്തികു, അല്ലേ? കോപത്തിന് ഇരയായവൻ ആണ് നീ, കോപിക്കപ്പെട്ട അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ കോപം ഏറ്റവനാണ് നീ, പുറത്തു പോ. കോപമേറ്റവനായ നിലക്ക് നീ പുറത്തു പോകും. മദ്ഹൂറ എന്ന് വെച്ചാൽ മുബഅദനാനി റഹ്മത്തി, കാരുണ്യത്തിൽ നിന്നും വിദൂരത്താക്കപ്പെട്ടവനായ നിലയ്ക്ക്. ലമൻ തബിഅക മിൻഹും, തീർച്ചയായും അവരിൽ നിന്നും നിന്നെ ആരാണോ പിൻപറ്റിയത് അവരാകുന്നത്. മിനന്നാസ്, ജനങ്ങളിൽ നിന്നും. ലാം, ഇവിടുത്തെ ലാമ് ഇബത്തിദ, ഒന്നുകിൽ ഇബത്തിദാന് വേണ്ടി നോക്കാം. അപ്പം മുബത്തതിന് ലാമ് വരാമല്ലോ വേണമെങ്കിൽ, ഒരു തക്കിതിന് മന കിട്ടും. ഔ മൗത്തി അല്ലെങ്കിൽ ഔ മൗത്തി അത്തുല്ലിൽ കസമി, അല്ലെങ്കിൽ കസമിൻ്റെ ഒരു ചവിട്ടടിയായിട്ട് വന്നതാണ്. കസമിൻ്റെ ചവിട്ടടിയായ നിലക്ക് വന്നതാണ്. അതായത് ശേഷം ബഹുവ, ആ കസം ഏതാണ്, സത്യം ചെയ്യലേതാണ്? ലാം ലാന്ന ജഹന്നമ മിൻകും അജ്മഈൻ എന്ന അതിന്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് മന്തബിയൽ ഒരു ലാം ഇട്ട് കൊടുത്താണ്. മനസ്സിലായി? അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? ലാം ലഅന്ന ജഹന്നമ, സത്യമായിട്ട് നാം നിറക്കും ജഹന്നമിനെ മിങ്കും, നിങ്ങളിൽ നിന്നുമുള്ള ആളുകൾ എന്ന് വെച്ചാൽ അജ്മഈൻ, മൊത്തത്തിൽ നിങ്ങളെല്ലാവരും. അതായത് മിങ്ക, നിന്നിനാൽ ദുരിയത്തിക്ക, നിന്റെ ദുരിയത്തിനെ കൊണ്ട്. മിങ്കും എന്ന് വെച്ചാൽ മിൻകാന്നർത്ഥം. മിങ്കും എന്ന് ചെയ്താനോടല്ല പറഞ്ഞു, അവിടെ മിൻകാന്നാണ് അർത്ഥം. അപ്പം നിന്നിനാൽ നിറക്കും എന്ന് വെച്ചാൽ ബിദുരിയത്തിക്ക, നിന്റെ സന്താന പരമ്പരകളെ കൊണ്ട് ഞാൻ നിറക്കും ജഹന്നമിനെ. അവനൻ നാസി, ജനങ്ങളിൽ നിന്നും. അത് നിന്റെ ഒരു തരത്തിൽ ആളുകളാണല്ലോ. വഫി, ഇവിടെ ഉണ്ട് തഗ്ലീബുൽ ഹാദിർ അൽ ഗായിബി കേട്ടോ. മിങ്കും എന്ന് പറഞ്ഞു, പക്ഷേ മിങ്ക എന്നാണ് ശരിക്കും പറയേണ്ടത്. അപ്പോൾ ഹാദിറായ ഇബ്ലീസിനെ അല്ല, അങ്ങനെയല്ല, മിങ്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിങ്ക എന്നാണ് അതിന് മാന. പക്ഷേ മിൻകു എന്ന് പറഞ്ഞാൽ നിങ്ങൾ മാത്രമല്ലല്ലോ, ഗായിബായ ആളുകളുണ്ടല്ലോ. അതായത് ഇബ്ലീസ് അല്ലെങ്കിലും മനുഷ്യരായ ഒരുപാട് ആളുകളുണ്ടല്ലോ. അപ്പോൾ ഇവിടെ ഹാദിറായ ഇബ്ലീസിനെയും അല്ലെങ്കിൽ ഇബ്ലീസിൽ നിന്നുണ്ടാകുന്ന ആളുകളെക്കാൾ എന്താണ്, ആളുകളെ മികപ്പിച്ചു. അല്ലെങ്കിൽ ഗായിബായ മനുഷ്യർ. ഒരു ഇബ്ലീസിനോട് പറയുമ്പം മനുഷ്യനെന്താണ്, ഗായിബാണല്ലോ. അപ്പോൾ ആ ഗായിബായ മനുഷ്യ സമൂഹത്തിൻ്റെ മേൽ ഗാലിബാക്കി ഹാദിറായ പിശാചിൻ്റെ സമൂഹത്തിൽ. അപ്പോൾ നിങ്ങളെന്ന് പറഞ്ഞാൽ മനുഷ്യനടക്കമുള്ള പിശാചുകളോടാണ് പറയുന്നത്, എന്താണ്, നിങ്ങളെ കൊണ്ട് നരകം ജഹന്നം നിറയ്ക്കുന്നു. അതിൽ ജുംലത്തി മൊത്തത്തിൽ, അല്ലെങ്കിൽ അല്ല സോറി, ഈ ജുംലയിലുണ്ട് മാന ജസാ മൻ അഷർത്തിയ, ഷർത്തിയായ മന്നിൻ്റെ മാന ഇവിടെ ഉണ്ട്. അതായത് ഷർത്തിലുള്ള സാധനം ജവാബിൽ പറഞ്ഞല്ലോ. അതായത് മൻ തബിഅക, നിന്നെ ആരാണോ പിൻപറ്റിയത്, ഉഅദ്ദിബുഹു, അവൻ ഞാൻ ശിക്ഷിക്കും. അതായത് ലമൻ തബിഅക മിൻഹു, അവരിൽ നിന്ന് നിന്നെ ആരൊക്കെയാണ് അനുധാവനം ചെയ്തത്. ലഅംലഅന്ന ജഹന്നമ മിൻകും അജ്മഈൻ എന്നുള്ള കറക്റ്റ് ഡയറക്റ്റ് ലഫ്ലിയായ ഒരു ബന്ധമില്ല. പക്ഷെ മാന നോക്കുമ്പോൾ അവിടെ ഷർത്തിയത്തായ മിന്നിൻ്റെ മാന ഈ ജുംലയിൽ ഉണ്ട് എന്നർത്ഥം. തബിഅക മിൻഹും എന്ന് പറഞ്ഞല്ലോ. അപ്പം മിൻകും എന്നതിൽ അവിടെ ആ ഒരു മാന ഉണ്ട്. വഖാല, എന്നിട്ട് അള്ളാഹ് പറഞ്ഞു, യാ ആദം, ഓ ആദമേ, ഉസ്കുൻ, നീ താമസിച്ചു, അന്ത, നീ. തഅക്കീദുൽ ലമീരി ഫി ഉസ്കുൻ, ഉസ്കുൻ എന്നതിലുള്ള മുസ്തഖറായ ലമീറിനെ തഅക്കീദായിട്ടാണ് അന്ത, നീ താമസിക്കൂ, നീ അന്ത, നീ താമസിക്കൂ. അതെന്തിനാ അങ്ങനെ പറഞ്ഞാൽ? അത് ലിയഅ്തഫ അലൈഹി, അല്ലെങ്കിൽ ലിയഅ്തഫ അലൈഹി, അള്ളാഹു അത്ഫ് ചെയ്യാൻ വേണ്ടിയാണ് അതിൻ്റെ മേൽ. എന്തിനെ? സൗജക്ക എന്ന പദത്തിൽ, അതായത് ഹവ്വ ബീബി, മിൽ മദ്യ ഹവ്വ എന്നാണ്. അപ്പോൾ കാരണം മുസ്തഖറായ ലമീറിന് മേലെ എന്ത് ഒരു ലാഹിറായ ഭാഗത്ത് അത്ഫ് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും തരത്തിൽ ഫസ്ല് വേണം.
അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ അന്ത കൊണ്ടുവന്നത്. അപ്പോൾ നീ നിൻ്റെ ഭാര്യയും താമസിച്ചോ ജന്ന സ്വർഗത്തിൽ ഫക്കുല, എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും കഴിച്ചോ. പിന്നെ ഹൈസി ശീതമാ, നിങ്ങൾ എവിടെ നിന്നാണോ ഉദ്ദേശിക്കുന്നത് കഴിക്കാൻ അവിടെ നിന്ന് നിങ്ങൾ കഴിച്ചോ. പക്ഷെ വലാത്ത കറബ ഹാദിഹി ചേർത്ത്, ഈ മരത്തോട് നിങ്ങൾ രണ്ടുപേരും അടുക്കല്ലേ ബിൽ അക്കലി മിൻഹ, അതിൽ നിന്നും തിന്നുകൊണ്ട്, അതായത് തിന്നുകൊണ്ട് എടുക്കരുത്, വെറുതെ ഇല്ലതില്ല, അവിടെ തിന്നാൻ വേണ്ടി അങ്ങോട്ട് പോയേക്കരുത്. വഹിയൽ ഹിന്ദത്ത്, അതെന്താണ് ഹിന്ദയാണ്, ഗോതമ്പ് ചെടിയാണെന്നാണ് പ്രബലമായ അഭിപ്രായം. എന്തായാലും ഫതക്കൂന, അങ്ങനെയാണ് നിങ്ങൾ അടുക്കുന്ന പക്ഷം തിന്നാനായിട്ട്, അതായത് തിന്നുന്ന പക്ഷം മിന ളാലിമീൻ, നിങ്ങൾ രണ്ടുപേരും എന്തായി തീരും, എന്തിൽ പെടും, അക്രമകാരികൾ പെട്ടുപോകും. ഫവസ്വസ ലഹുമ ശൈത്വാനു, പിശാച് അവർക്ക് രണ്ടുപേർക്ക് ദുർബോധനം നടത്തി, അതായത് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി, ലിയുബ്ദിയ, അതായത് ലിയുബ്ദിയ യുദ്ഹിർ ലഹും, അവർക്ക് രണ്ടുപേർക്കും കാണിച്ചു കൊടുക്കാൻ വേണ്ടി, മാ ഒന്നിനെ, മൂരിയ മറക്കപ്പെട്ട ഒന്ന്, അലാ വസ്നി ഫൂഇല, ഫൂഇല വസ്നിനാണുള്ളത്, ഊരിയ മിനൽ മുവാറാത്ത്, വാറാ യുവാരി മുവാറാത്ത്, അതിൽ നിന്ന് എടുത്താണ്. മുവാറാത്ത് വെച്ചാൽ മറയുക എന്നാണ്, മറക്കുക, അതിൻ്റെ മസ്തറാണ്, അല്ലെ മറയുക. ഇതിപ്പം മജുകുലാണല്ലോ. അപ്പം ഊരിയ മറക്കപ്പെട്ടു, അനുഹുമ, ആ രണ്ടുപേരിൽ നിന്നും മറക്കപ്പെട്ട ഒന്നിന് അവർക്ക് രണ്ടർക്ക് വെളിവാക്കി കൊടുക്കാൻ. അതെന്തിനാൽ മീൻസ് ആദ്യം ആ രണ്ടുപേരുടെയും ഔറത്തിനാൽ. കാലമാനഹാക്കുമാ, അതായത് ഔറത്തെന്ന് വെച്ചാൽ ഗുഹ്യസ്ഥാനാണ്. അപ്പോൾ കാലം എന്നിട്ട് പറഞ്ഞു, മാനഹാക്കുമാ, നിങ്ങളുടെ റബ്ബ് നിങ്ങളെ നിരോധിച്ച്, മാനഹാക്കുമാ റബ്ബുക, നിങ്ങൾ രണ്ടുപേരെ റബ്ബ് നിങ്ങൾ രണ്ടുപേരെ നിരോധിച്ചിട്ടില്ല, അൻഹാദിഹിഷര, ഈ മരത്തിനെ തൊട്ട്, ഇല്ല എന്തിനു വേണ്ടിയല്ലാതെ, ഇല്ല കറാഹത്ത, അവൻ വെറുത്തതിന് വേണ്ടിയല്ലാതെ, അൻ തക്കൂന, നിങ്ങൾ രണ്ടുപേരും ആവലിനെ, മലക്കൈനി, രണ്ട് മലക്കുകളാവലിനെ. അപ്പോൾ ഈ ചെടിയിൽ നിന്നുള്ള കായ്കനി കഴിച്ചാൽ നിങ്ങൾ രണ്ടുപേരും മലക്കായി തീരും. ആ മലക്കാവുന്നത് പഠിച്ചത് ഇഷ്ടമില്ല, അതുകൊണ്ടാണ് നിങ്ങളോട് ഇതിനോട് അടുക്കരുതെന്നും പറഞ്ഞു, അല്ലാതെ വേറൊന്നും അല്ല നിങ്ങളുടെ റബ്ബ് നിങ്ങളെ നിരോധിക്കാനുള്ള കാരണം എന്ന് ശൈത്താൻ അവർക്ക് ദുർബോധനം നടത്തി. എന്തിനാണ് അങ്ങനെ ദുർബോധനം നടത്തിയത്? അവർ രണ്ടുപേരും ഹവ്വ ബീവി, ആദം അലൈഹി സ്വലാമിന്, ആദം അലൈഹി സ്വലാം ഹവ്വ ബീവിയുടെ ഔറത്ത്, അതായത് അവരുടെ ഗുഹ്യസ്ഥാനം അങ്ങോട്ടും ഇങ്ങോട്ടും കാണാത്ത രൂപത്തിലും വസ്ത്രമൊക്കെ ധരിച്ചിട്ടുള്ളത്. അപ്പോൾ അള്ളാഹുവിൻ്റെ എതിര് പ്രവർത്തിക്കുമ്പോൾ ഇബ്ലീസിന് അറിയായിരുന്നു, ആ എതിര് പ്രവർത്തിക്കുന്നുണ്ട്, അവർ രണ്ടുപേരുടെ വസ്ത്രം അഴിയും, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ രണ്ടുപേരും ഔറത്ത് കാണേണ്ട ഒരു ഘട്ടം വരുന്നു. അതിന് വേണ്ടിയാണ് ഇബ്ലീസ് ഈ വേലയൊക്കെ ഒപ്പിച്ചത്. വക്കുരിയ ബിൽ കസരി, ബി കസരി ലാമിന് കസർ ചെയ്തിട്ട് മലിക്കൈന്, രണ്ടുപേര് രാജാവാവലിനെ അവൻ വെറുത്തു, അള്ള വെറുത്തുകൊണ്ടാണ് അള്ള അങ്ങനെ നിങ്ങളോട് നിരോധിച്ചത്. അല്ലെങ്കിൽ ഔ തക്കൂനാമിനുള്ള കാലത്തിൽ നിങ്ങൾ രണ്ടുപേരും ശാശ്വതരായ സ്വർഗത്തിൽ കഴിയുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നതിനെ അവൻ ഇഷ്ടപ്പെടാതിരുന്നു. അതുകൊണ്ടാണ് നിങ്ങളോട് അങ്ങനെ അവിടെ കഴിക്കരുത്, ഈ ചെടി കഴിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ ശാശ്വതരായിട്ട് കഴിയാം, എന്തോ ഒരു നേട്ടമുണ്ട് എന്ന് ഇബ്ലീസ് അവരെ തോന്നിപ്പിച്ചു, അവരെ ദുർബോധനം നടത്തി. അതായത് വദാലിക, അത് ലാസിമുൻ അലിൽ അക്കലി, ഈ ഒരു സംഗതി ഒന്നുകിൽ നിങ്ങൾ മലക്കാവുക, അല്ലെങ്കിൽ മലിക്കാവുക, അല്ലെങ്കിൽ സ്ഥിരമായി സ്വർഗത്തിൽ താമസിക്കുന്നവരാവുക എന്നുള്ള സംഗതി ഉറപ്പായിട്ടുണ്ടാവുന്നതാണ്. അലിൽ അക്കലി മിൻഹ, ആ ചെടിയിൽ നിന്നും കഴിക്കുന്നത് കൊണ്ട് ലാസിമായി നിർബന്ധമായി ഉണ്ടാവുന്നതാണ്. കമാഫി ആയത്തിനു മറ്റൊരായത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അങ്ങനെ ഉണ്ടാവുന്നില്ല, അങ്ങനെ ഉണ്ടാവും എന്നുള്ള നോണ ഇബ്ലീസ് അവരെ അവർക്ക് പറഞ്ഞു കൊടുത്തു. ഹൽ അതുല്ലുക, ആയത്ത് ഇതാണ്, ഹൽ അതുല്ലുക അലാ ശജറത്തി, സൂറത്തു ത്വാഹയിൽ 9-ാമത്തെ പേജ്. ഹൽ അതുല്ലുക, ആദമേ നിനക്ക് ഞാൻ അറിയിച്ചു തരട്ടെ, അലാ ശജറത്തിൽ ഹുൽദി, ശാശ്വതമായി കഴിയാൻ കഴിയുന്ന ഒരു മരം, ഒരു ചെടി, മുൽക്കില്ലായ ബുല, നശിക്കാത്ത രാജാധികാരത്തിൻ്റെയും ഒരു ചെടി, ഈ ചെടിയാണ്. വെറുതെ നന്നു പറഞ്ഞാണ്. വകാസമഹുമാ എന്ന് വെച്ചാൽ ഐ അഖസമ ലഹുമാ ബില്ലാഹി, അള്ളാഹുവിനെയും കൊണ്ട് ഇബ്ലീസ് അവർ രണ്ടുപേരോടായിട്ട് സത്യം ചെയ്തു. ഇന്നീ ലക്കുമാ ലമിനന്നാസിഹിൻ, സത്യമായി തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഉപദേശകൽപ്പെട്ടവൻ തന്നെയാണ്. ഫീദാലിക്ക്, ഈ വിഷയത്തിൽ. അങ്ങനെ ഫദല്ലാഹുമാ ഹത്തഹുമാൻ മൻസിലത്തിഹിമാ, ഫദല്ലാഹുമാ ഇബ്ലീസ് അവർ രണ്ടുപേരെയും താഴ്ത്തി, ഹുമ അവർ രണ്ടുപേരും അൻ മൻസിലത്തിഹിമ, അവർ രണ്ടുപേരുടെ സ്ഥാനത്തേക്ക്. ബി ഖുറൂരിൻ മിൻഹു, അവരിൽ നിന്നുള്ള പിശാചിൽ നിന്നുള്ള ഒരു വഞ്ചന മുഖേന, വഞ്ചിച്ചിട്ടല്ലേ എല്ലാം ചെയ്യുന്നത്. ഫലമ്മാ ദാഖശ്ശജറത, അവർ രണ്ടുപേരും ആ മരത്തിൽ നിന്നും കഴിച്ചപ്പോൾ, രുചിച്ചപ്പോൾ എന്ന് വെച്ചാൽ ഈ അക്കലാമിൻഹാ, അത് രണ്ടുപേരും അവരിൽ നിന്ന് കഴിച്ചപ്പോൾ, ബദത് ലഹുമാ, അവർക്ക് രണ്ടുപേർക്കും വെളിവായി, സൗആത്തും, അവർ രണ്ടുപേരും ഗുഹ്യഭാഗങ്ങൾ, അതായത് ലഹറലി കുല്ലി മിൻഹു, അവർ രണ്ടുപേരും ഓരോരുത്തർക്കും വെളിവായി, കുബുലഹു, തൻ്റെ കുബുലിനെ വെളിവായി, വക്കുബുലൽ ഉഹർ, കുബുലുഹു, തൻ്റെ കുബുലും, വക്കുബുലും ആഹരി, മറ്റേ ആളുടെ കുബുലിനെയും, മുൻതാരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിമുഖമായിട്ട് നിൽക്കുമ്പോൾ രണ്ടുപേരുടെ മുൻതാരങ്ങൾ രണ്ടുപേർക്കും വ്യക്തം വെളിവായി. സുമ്മിയ കുല്ലും മിൻഹുമ, എന്തിനാണ് ഈ രണ്ടുപേരുടെയും സൗ എന്ന് പറഞ്ഞത്? ഓരോരുത്തരുടെയും ആ ഭാഗത്ത് സൗഅത്ത് എന്ന് പറഞ്ഞാൽ അതിൽ അന്നൻ കിഷാഫഹു,
കാരണം ഓരോരുത്തരുടെയും സൗഅത്ത് വെളിവാവുക എന്നുള്ളത് യസൂ സാഹിബോ, ആ സൗഅത്തിൻ്റെ ആൾ ആരാണോ അയാളെ മോശമാക്കും. നമ്മുടെ ഔറത്ത് വേറൊരാൾ കണ്ടാൽ, നമ്മുടെ വിവാഹം വേറൊരാൾ കണ്ടാൽ നമ്മളെ സംബന്ധിച്ച് മോശമല്ലേ. അതുകൊണ്ടാണ് അങ്ങനെ പേര് വന്നത്. അപ്പോൾ ഈ സാ യസൂഇൽ നിന്നാണ് സൗഅത്ത് എന്ന പേര് വന്നത്. അങ്ങനെ വതഫിക ആദം ബീവി അലൈഹിസ്സലാം ഹവ്വ ബീവി റളിയല്ലാഹു അൻഹയും തുടങ്ങി യഖ്സിഫാനി ഹസ്ഫ് ചെയ്യാൻ തുടങ്ങി. അതായത് അഹദ അവർ രണ്ടുപേരും തുടങ്ങി യൽസഖാനി ലസിഖ യൽസഖ, ഈ ഇലകൾ ചേർത്തിട്ട് ഒട്ടിക്കാൻ തുടങ്ങി. ഇല വെച്ചിട്ട് പറ്റിച്ച് വെക്കാൻ നോക്കിയിരുന്നു, വെക്കാൻ തുടങ്ങിയിരുന്നു. പക്ഷെ ഔറത്ത് മറക്കാൻ തുടങ്ങി. ആ ഇല അങ്ങനെ വെച്ച് അലഹിം അവർ രണ്ടുപേരുടെ മേൽ മീൻ വറക്കൽ ജന്ന തുടങ്ങി. എന്താ തുടങ്ങിയ വറക്കൽ ജന്ന, സ്വർഗത്തിലുള്ള ഇല കൊണ്ട് ലിയസ്തറാബി അവർ രണ്ടുപേരും മറയിലാവാൻ വേണ്ടി, അതായത് മറയാൻ വേണ്ടി, ഔറത്ത് അവർ രണ്ടുപേരും മറയാൻ വേണ്ടി. ഇസ്തറാബി മറയിലാവുക എന്നത്, അതായത് ഔറത്തിൻ്റെ ഭാഗം മറയാൻ വേണ്ടി ബിഹി ആ ഇല കൊണ്ട്. വനാദാഹുമാ അവർ രണ്ടുപേരോടായിട്ട് വിളിച്ചു പറഞ്ഞു റബ്ബുഹും അവർ രണ്ടുപേരുടെ റബ്ബ് അലം അൻഹക്കുമാ ഞാൻ നിങ്ങൾ രണ്ടുപേരെ നിരോധിച്ചില്ലായിരുന്നു അൻ തിൽക്കുമ ഷേർത്ത് ഈ മരത്തെ തൊട്ട്. ഈ രണ്ട് മരന്നില്ല, മുഹാത്തബ് ആയതുകൊണ്ടാണ്, മുഹാത്തബ് രണ്ടാളുകളിലാണ് തിൽക്കുമാന്ന് പറഞ്ഞത്, രണ്ടെണ്ണമില്ല ഈ മരത്തിന് തൊട്ട്. ആ കൊല്ലക്കുമ ഞാൻ നിങ്ങൾ രണ്ടുപേരുണ്ടായിട്ട് പറഞ്ഞില്ലായിരുന്നു ഇന്ന ഷെയ്ത്താൻ നിശ്ചയം പിശാചിലെക്കുവാൻ നിങ്ങൾക്ക് രണ്ടുപേർക്ക് അതും വ്യക്തമായ ശത്രുവാണ്. വയ്യുള്ളതാവ് ശാസ്ത്രവും വ്യക്തമായ വലി ഇസ്തിഫാം, ഇവിടുത്തെ ഇസ്തിഫാ വലി തക്കരീർ പറഞ്ഞിട്ടുണ്ട്.